ഏവരെയും പുതിയ ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണവും ഒരു ഒത്തുതീർപ്പിനും മധ്യസ്ഥതയ്ക്കും തയ്യാറാവാതെ നിരന്തരം ഉക്രൈനിലെ ആക്രമണം റഷ്യ തുടരുന്നതും യൂറോപ്പിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. റഷ്യ ഇതുവരെ പിടിച്ചെടുക്കാത്ത ക്രിമിയ, ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, സപ്പോർഷ്യ, ഖേർസൺ, സെവാസ്റ്റോപോൾ തുടങ്ങിയ ഉക്രൈനിയൻ പ്രദേശങ്ങൾ പോലും വിട്ടുകൊടുക്കാനും റഷ്യയുടെ പരമാധികാരം അംഗീകരിക്കണമെന്നും ഇപ്പോൾ പുടിൻ ആവശ്യമുന്നയിച്ചിരിക്കുകയാണ്. കൂടാതെ ഉക്രൈനിൽ നാസി വിരുദ്ധ വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്നും റഷ്യൻ ഭാഷയെ ഉക്രൈനിയൻ ഭാഷയ്ക്ക് തുല്യമായി ഉൾപ്പെടുത്തണമെന്നും തുടങ്ങിയ പുതിയ ആവശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെ സാമ്രാജ്യത്വ മോഹങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് യൂറോപ്പിന്റെ ഒരു പരാതി. ചരിത്രപരമായി റഷ്യൻ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശങ്ങളെ റഷ്യയിലെ പഴയ പീറ്റർ ദി ഗ്രേറ്റ് ചക്രവർത്തിക്ക് സമാനമായി റഷ്യയുടെ ശക്തിയും സ്വാധീനവും തിരിച്ചു പിടിക്കാൻ പുടിൻ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഇത്തരം കേട്ടുകേൾവിയില്ലാത്ത ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്നാണ് യൂറോപ്പിൻ്റെ പരാതി. ഉക്രൈൻ മാത്രമല്ല, പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും പുടിൻ നോട്ടമിട്ടിട്ടുണ്ട് എന്ന സംശയവും ആശങ്കയുമാണ് യൂറോപ്പിൻ്റെയും മറ്റ് നാറ്റോ രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. 1999 ബെലാറസും റഷ്യയുമായിട്ടുള്ള ഒരു കരാർ പ്രകാരം ബെലാറസിനെ ഒരു യൂണിയൻ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള റഷ്യയുടെ രഹസ്യ പദ്ധതികളെക്കുറിച്ച് നാറ്റോ രാജ്യങ്ങൾ അറിഞ്ഞതു മുതലാണ് അവർക്ക് റഷ്യയുടെ മേലുള്ള ഭയം കൂടിത്തുടങ്ങിയത്. സാമ്പത്തിക, സൈനിക, പ്രതിരോധ, വിദേശകാര്യങ്ങളിൽ ഊന്നിയുള്ള ഈ കരാറിലൂടെ ബെലാറസിനെ റഷ്യയുമായി ഒരു കൂട്ടിച്ചേർക്കലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. ശരിക്കും ബെലാറസ് ഇപ്പോൾ റഷ്യയുടെ ഒരു സാമന്ത രാജ്യമായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ഇത് നാറ്റോ രാജ്യങ്ങൾക്ക് തൊട്ടരികിൽ റഷ്യ എത്തുന്നതിന് തുല്യമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് തങ്ങളെ വഞ്ചിച്ച് പിന്മാറിയ ട്രംപിനെ ഇനി വിശ്വസിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോയും തയ്യാറല്ല എന്നോർക്കണം. അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങൾ സംയുക്തമായി പിരിവിട്ടുകൊണ്ട് ആയുധങ്ങൾ സംഭരിച്ചു വലിയ വിപുലീകരണം നടത്താനുള്ള പദ്ധതികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവരിങ്ങനെ വേഗത്തിൽ വളർന്നു വരുന്നത് പ്രത്യേകിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഈ നാറ്റോയുടെ വിപുലീകരണം റഷ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് പുടിൻ കാണുന്നത്. ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തടയുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഉക്രൈനുമായുള്ള ബന്ധത്തിലൂടെ റഷ്യൻ അതിർത്തിക്ക് സമീപം പാശ്ചാത്യ സൈനിക സാന്നിധ്യം ഒഴിവാക്കാൻ ഉക്രൈനെ റഷ്യയുടെ അണ്ടറിൽ കൊണ്ടുവരാതെ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഉക്രൈൻ നിലംപരിശായിട്ടും റഷ്യ ഈ രാജ്യത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ആലോചിക്കും, എന്തുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ ഉക്രൈൻ നിലംപരിശായിട്ടും യുദ്ധം അവസാനിപ്പിക്കാത്തതും അവരെ നിരന്തരമായി വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നും. അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഉക്രൈനെ റഷ്യ വിടാതെ പിടികൂടുന്നത് പോലെ സമീപ ഭാവിയിൽ നാറ്റോയിലെ അംഗങ്ങളായ ചില കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന് യൂറോപ്പ് ഭയപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനി ആദ്യമായി അവരുടെ സൈന്യത്തെ നാറ്റോ രാജ്യമായ ലിത്വാനിയയിലേക്ക് ഇപ്പോൾ വിന്യസിക്കാൻ തയ്യാറായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലിത്വാനിയയിൽ ജർമ്മൻ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. ലിത്വാനിയ മാത്രമല്ല, ലാത്വിയ, എസ്റ്റോണിയ, പോളണ്ട് തുടങ്ങിയ ബാൾട്ടിക് രാജ്യങ്ങൾ റഷ്യയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ അവരും റഷ്യൻ ചെമ്പടയുടെ നേരിട്ടുള്ള ഭീഷണിയിൽ കഴിയുന്നവരാണ്. റഷ്യയുടെ കലാനിൻഗ്രേഡും ബെലാറസും അതിർത്തി പങ്കിടുന്ന ലിത്വാനിയയ്ക്കാണ് ഈ ഭീഷണി വളരെ വലുതായി അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. ഉക്രൈനിലെ പോലെ ലിത്വാനിയയിലും റഷ്യ ഒരു ആക്രമണം നടത്തിയാൽ ഈ ലിത്വാനിയയ്ക്ക് കീഴടങ്ങാതെ മറ്റൊരു മാർഗവുമില്ല. അത്ര ചെറിയൊരു രാജ്യമാണ് ഈ ലിത്വാനിയ എന്നത്. അവർക്ക് റഷ്യയുമായിട്ട് ഏറ്റുമുട്ടാനുള്ള സൈനിക ശക്തി ഒന്നുമില്ല. വളരെ ചെറിയൊരു രാജ്യമാണ്. ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കും എന്നൊരു ഭയം നാറ്റോയിൽ ചർച്ചയാവുമ്പോൾ പൂച്ചസാറിന് ആരും മണി കെട്ടും എന്ന ചോദ്യമാണ് അവർക്കിടയിലുള്ളത്. ഈ പെൻഗ്വിനുകൾക്കൊരു സ്വഭാവമുണ്ട്. അവയ്ക്ക് ഈ സീലുകളിൽ നിന്നും ഈ സീ ലയണുകളിൽ നിന്നുമൊക്കെ ചിലപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ആക്രമണ ഭയം അവർക്ക് നേരിടുമ്പോൾ വെള്ളത്തിലിറങ്ങുന്നതിന് മുമ്പായി അതിനെ പരീക്ഷിച്ചറിയേണ്ട ഒരാവശ്യം ഇവർക്കിടയിലുണ്ട്. എന്നാൽ ഈ വെള്ളത്തിൽ ആരാദ്യം ഇറങ്ങും എന്നൊരു തർക്കം ഇവർക്കിടയിൽ ഉണ്ടായി. ഇവർ തമ്മിൽ പരസ്പരം ഉന്തും തള്ളുമുണ്ടായി ഒരുത്തനെ വെള്ളത്തിലേക്ക് തള്ളിയിടും. ആ ദുരന്തൻ നീന്തി കര പറ്റിയാൽ ശത്രുക്കൾ സ്ഥലത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും കൂടി കൂട്ടമായി വെള്ളത്തിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് ഈ പെൻഗ്വിനുകളുടെ ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇതിൽ ആരാണ് ആദ്യം ഇറങ്ങുന്നത് എന്നുള്ളൊരു തർക്കമാണ് അവർക്കിടയിൽ ഉണ്ടാകുന്നത്.
ഇതേ രീതി തന്നെയാണ് യൂറോപ്പിൻ്റെയും. ഇതുവരെ അവർ അമേരിക്കയെ ആശ്രയിച്ചും വിശ്വസിച്ചുമാണ് കഴിഞ്ഞിരുന്നത്. എന്നാൽ ട്രംപ് വലിയ കച്ചവടത്തിരക്കിലായതുകൊണ്ട് പുള്ളിക്ക് ഇവരെയൊന്നും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ റഷ്യയുടെ യുദ്ധത്തിന് ഒന്നും പോകാനുള്ള താല്പര്യമൊന്നും ഈ ട്രംപിനില്ല. വളർത്തുമകനായ ഇസ്രായേലിനെ പോലും ട്രംപ് ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ്. ഇറാനുമായി ഒരു തട്ടിക്കൂട്ട് ആണവ കരാർ ഉണ്ടാക്കിക്കൊണ്ട് ഇറാന്റെ മേലുള്ള എല്ലാ ഉപരോധങ്ങളും പിൻവലിച്ച് സൗദി, ഖത്തർ, UAE നിന്നും വൻ തുക അടിച്ചു മാറ്റിയതുപോലെ ഇറാനുമായി ഒരു കരാറിന് സാധ്യതയുണ്ടോ എന്നാണ് ട്രംപ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അക്കാര്യമായി പറഞ്ഞിട്ടുമുണ്ട്. ഇറാനുമായി ബിസിനസ് ബന്ധങ്ങൾ തുടരുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന അടുത്തിടെ ട്രംപ് പറയുകയുണ്ടായി. ട്രംപിന്റെ ഈ കച്ചവട ബുദ്ധി പഴയ അമേരിക്ക റഷ്യ ശീതസമരത്തെ പോലും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പുടിനുമായുള്ള ട്രംപിന്റെ സൗഹൃദമാണ് നാറ്റോ രാജ്യങ്ങളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. പുടിൻ പറയുന്നത് മുഴുവൻ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ രാജ്യമോ അയാളുടെ നിങ്ങളുടെ സമ്പത്തോ എല്ലാം ഇയാൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മൂലയിൽ എവിടെയെങ്കിലും ചുരുണ്ടു കുടിക്കൊള്ളാനാണ് ട്രംപ് സെലൻസ്കിയെ ഉപദേശിക്കുന്നത്. അതുപോലെ തല്ലാൻ ആരോഗ്യമോ പരിചയമോ ഇല്ലെങ്കിൽ റഷ്യയുടെ കാഴ്ക്കൽ വീഴുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടും ട്രംപ് പറയാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ട്രംപിനെ ഇനി വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് നാറ്റോയിൽ ഇപ്പോൾ ഒരു കാൽ വെച്ച് മാത്രം നിൽക്കുന്ന തുർക്കിക്ക് പൂർണ്ണ അംഗത്വം നൽകിക്കൊണ്ട് തുർക്കിയെ രണ്ടാം ശക്തിയായി അംഗീകരിച്ച് തുർക്കിയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കാം എന്ന് യൂറോപ്പ് കരുതിയതും ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. തുർക്കിയും ഉർദുഗാനുമൊക്കെ അതിലും വലിയ തിരക്കിലാണ്. അവർ ഇസ്രായേലിന്റെയും അറബികളുടെയും യുദ്ധസമരത്തിൽ താളം പിടിച്ച് കാത്തിരിക്കുകയാണ്. ഈ തുർക്കിയുടെയൊക്കെ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അവസരം വന്നാൽ ഇസ്രായേലിനെ ആക്രമിച്ച് ആ സ്ഥലങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ് തുർക്കിയൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ തുർക്കി അല്ലെങ്കിൽ സിറിയയോ അല്ലെങ്കിൽ ലെബനോനോ ഫലസ്തീനോ അങ്ങനെ ഏത് രാജ്യങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും സ്ഥലങ്ങൾ ഈ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുള്ളത് ഒരവസരത്തിൽ ഇസ്രായേലിനെ അടിച്ചൊതുക്കാൻ കഴിയുമെന്ന് ഇവരെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി തുർക്കി തയ്യാറായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരം വന്നാൽ ഇസ്രായേലിനെ അടിച്ച് നിലംപരിശാക്കിക്കൊണ്ട് എല്ലാം പിടിച്ചെടുത്ത് ഇസ്രായേലിനെയും ഒരു മൂലയ്ക്ക് വിടാം. അങ്ങനെയാണ് തുർക്കി കണക്കൂട്ടുന്നത്. അങ്ങനെയുള്ള തുർക്കിയെ ഈ യൂറോപ്പിനെ ആശ്രയിക്കാൻ കഴിയില്ല. നാറ്റോ സഖ്യത്തിലെ ഒരു അംഗരാജ്യം ആക്രമിക്കപ്പെട്ടാൽ എല്ലാ അംഗരാജ്യങ്ങളും അതിനെതിരായി പ്രതികരിക്കുന്ന തത്വമാണ് ആർട്ടിക്കിൾ 5. അമേരിക്കൻ തുർക്കിയും എന്ന ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കാത്തതുകൊണ്ട് പെൻഗിന്റെ കാര്യം പറഞ്ഞതുപോലെ ആരാദ്യം വെള്ളത്തിലിറങ്ങും എന്നൊരു ചോദ്യമാണ് യൂറോപ്യന്മാർക്കിടയിലുള്ളത്. മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണമല്ലോ. ഈ അപകടത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരാളെ അവർക്ക് ആവശ്യമാണ്. ഇങ്ങനെ പെൻഗിനെ പോലെ കരയിൽ നോക്കി നിന്ന് ഉന്തും വെള്ളം ഉണ്ടാക്കി ഈ യൂറോപ്യൻ പെൻഗിനുകൾ ജർമ്മനിയെ ഇപ്പോൾ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഒന്നാമതൊരു കുഴപ്പമുണ്ട്. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് കിട്ടിയ അടിയും ചവിട്ടും ഒക്കെ കൊണ്ട് നടുവ് തളർന്ന് ഇത്ര കാലം കുഴമ്പിട്ട് തിരുമിക്കൊണ്ട് ഇരുന്ന ജർമ്മനിക്ക് ഇപ്പോൾ കാർന്നോ സ്ഥാനം ഏറ്റെടുത്ത് ബാക്കിയുള്ള വേട്ടാവളിയന്മാരുടെ എല്ലാം സംരക്ഷണ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുകയാണ്. പഴയ പോലെ ജർമ്മനിക്ക് ഇപ്പോൾ പവറൊന്നുമില്ല. പണ്ട് ഹിറ്റ്ലറുടെ കാലത്തായിരുന്നു ജർമ്മനി വലിയ സംഭവം. ഇന്ന് ജർമ്മനിയൊക്കെ വെറും പേര് മാത്രമേ ഉള്ളൂ. അവർക്കൊന്നും ഒരു യുദ്ധം ചെയ്യാനോ അതിനുള്ള ശക്തിയോ ഒന്നുമില്ല. ആയുധങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട്, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. യുദ്ധപരിചയമാണല്ലോ ഇമ്പോർട്ടൻ്റ്. പിന്നെ അഭിമാനം ഓർത്തിട്ട് അവരിങ്ങനെ ജളിഞ്ഞ് നിൽക്കുന്നു എന്നല്ലാതെ ഇവരെല്ലാം ഇത്ര കാലവും അമേരിക്ക അനുസരിച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അമേരിക്ക എന്ത് പറയുന്നോ അതനുസരിച്ച് ഇവർ ചെയ്യും. പൈസ കൊടുക്കാൻ പറഞ്ഞാൽ പൈസ കൊടുക്കും, ഇനി അതല്ല ആയുധങ്ങൾ കൊടുക്കാൻ പറഞ്ഞാൽ അത് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് അവന്മാർ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ മറ്റ് ഭീഷണികളൊന്നുമില്ല, എല്ലാം അമേരിക്ക നോക്കിക്കോളും. ഇപ്പോൾ ട്രംപ് വന്നതോടെ അതെല്ലാം മാറിയിരിക്കുകയാണ്. അയാൾക്ക് എങ്ങനെ ലോകത്തെല്ലാ രാജ്യങ്ങളിലും പോയി പണം ഉണ്ടാക്കി അമേരിക്കയെ അതിസമ്പന്നമായ രാഷ്ട്രമാക്കി മാറ്റണം. അമേരിക്കക്കാരെ സംബന്ധിച്ച് ട്രംപിന്റെ വരവ് വളരെ മെച്ചം തന്നെയാണ്. കാര്യം നമ്മൾ വിദേശികൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അമേരിക്ക സാമ്പത്തികമായി വളരുക തന്നെ ഈ ട്രംപിലൂടെ. അത് ഒരു രാജ്യത്തിന്റെ ഗുണം തന്നെയാണ്. പുറമുള്ള നമ്മൾ വളരെ നെഗറ്റീവായിട്ട് അതിനെക്കുറിച്ച് പറയും. അമേരിക്ക തകരുന്നു, അമേരിക്ക അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ വെറുതെയാണ്. അത് നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമം കൊണ്ടാണ്. കാരണം അമേരിക്ക നമുക്കെതിരായിട്ടൊക്കെ ഇങ്ങനെ ഈ വ്യാപാര കരാറുമൊക്കെ വെച്ച് അടി തരുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ അമേരിക്കയ്ക്കെതിരായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ അമേരിക്ക ഇവരുടെ ഈ ഉത്തരവാദിത്തമൊക്കെ വിട്ട് കൈയൊഴിഞ്ഞ് മാറി നിൽക്കുന്നത് കൊണ്ട് ജർമ്മനിയാണ് ഇപ്പോൾ അതിന് തയ്യാറായി മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുന്നത്. ഫ്രാൻസും ഇറ്റലിയൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും നിലവിൽ ഏറ്റെടുത്തിട്ടില്ല. ക്രമേണ ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ജർമ്മനി ഇപ്പോൾ അവരുടെ സൈന്യത്തെ ലിത്വാനിയയിൽ കൊണ്ട് ചാടിച്ചിട്ടുള്ളത്. ഒരു യുദ്ധമുണ്ടായാൽ റഷ്യൻ സൈന്യത്തിന്റെ മുന്നിൽ ജർമ്മൻ സൈന്യത്തിന്റെ കളസം കീറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഇതൊക്കെ അറിയാമെങ്കിലും ഞങ്ങൾ ഒരു ഉത്സാഹ കമ്മിറ്റിക്കാരാണ് എന്ന് റഷ്യയെ കാണിക്കാനായിട്ടെങ്കിലും കുറച്ച് പിള്ളേരെ ഇറക്കി അതിർത്തി കൊണ്ട് നിർത്തിയില്ലെങ്കിൽ അത് ലോകത്തിന്റെ മുന്നിൽ നാണക്കേട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം ജർമ്മനി അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഒരു യുദ്ധം ചെയ്യുമെന്നൊന്നും അർത്ഥമൊന്നുമില്ല. യുദ്ധം ചെയ്യാനുള്ള കഴിവൊന്നും അവർക്കില്ല കേട്ടോ. ജർമ്മനി ഇങ്ങനെ ഒരു കടുങ്കൈ ഇപ്പോൾ ചെയ്തെങ്കിലും റഷ്യയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ അതിനെ നേരിടാൻ നാറ്റോ സഖ്യം തയ്യാറാണെന്ന് പറയുമ്പോഴും
ആരാണ് അതിന് നേതൃത്വം വഹിക്കുക എന്നൊരു ചോദ്യം ഇപ്പോഴും നാറ്റോ രാജ്യങ്ങൾക്ക് ഉള്ളിലുണ്ട്. ഞങ്ങൾ മാത്രം മുന്നിൽ നിന്ന് തല്ലുകൊള്ളില്ല എന്നാണ് ഈ ജർമ്മനി ഇപ്പോൾ പറയുന്നത്. ഇതിലൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. ഈ കൊല്ലപ്പണിക്കാരെന്ന് പറയുന്നത് ഈ മൂർച്ചയുള്ള ആയുധം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അവർ യുദ്ധം ചെയ്യാനൊന്നും കഴിയത്തില്ല. ഈ കൊല്ലന്മാരെ എവിടെയെങ്കിലും യുദ്ധം ചെയ്ത് കേട്ടുള്ളൂ. യുദ്ധം ചെയ്യാനതിന് വേറെ ആൾക്കാരുണ്ട്. ഇവർ നല്ല ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെയാണ് ഈ നാറ്റോ രാജ്യങ്ങളും. അവർ ശരിക്കും കൊല്ലന്മാർ തന്നെയാണ്. അവരെ സംബന്ധിച്ച് ആയുധം ഉണ്ടാക്കുക എന്നത് ഒരു കുടിൽ വ്യവസായം പോലത്തെ പരിപാടിയാണ്. അതിന് ഉദാഹരണമായി യൂറോ ഫൈറ്റർ, ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ UK, ജർമ്മനി, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഒരു കുടുംബശ്രീ പോലെ സംയുക്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന യുദ്ധവിമാനങ്ങളാണ്. അതവരുണ്ടാക്കി വിറ്റഴിക്കുകയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഇന്ത്യ ഉപയോഗിച്ച ഡെസാൾട്ട്, റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഫ്രാൻസാണ്. പിന്നെയുള്ള സാബ്ജാബ്സ് 13 ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ സ്വീഡൻ പോലുള്ള ഒരു കൊച്ചു രാജ്യം നിർമ്മിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല. നമ്മുടെ ഈ രാജസ്ഥാനേക്കാൾ ഒരു ഇത്തിരി കൂടി വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഈ സ്വീഡൻ. ഈ സ്വീഡനാണ് ഇത്ര വലിയ യുദ്ധവിമാനമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഓർക്കണം. നമ്മളാണെങ്കിൽ ഇവിടെ തമ്മിലടിയും സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. നമുക്കിതിനൊന്നും സമയമില്ല. ഇവരെ സംബന്ധിച്ച് ഓരോ രാജ്യങ്ങളും അവരവരുടേതായ രീതിയിൽ ഏറ്റവും വില കൂടിയ ആയുധങ്ങളാണ് അവരുണ്ടാക്കി വിറ്റഴിച്ച് കാശുണ്ടാക്കി അവർ സമ്പന്നമായി ജീവിക്കുകയാണ്. ഈ രാജ്യങ്ങളുടെ എല്ലാം കൂലിപ്പണി എടുക്കാനാണ് ഇന്ത്യക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നമുക്കിവിടെ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ നമുക്കതിനുള്ള സമയമില്ല. നമുക്ക് ഈ അടിയും പഴക്കം കഴിഞ്ഞിട്ടുള്ള സമയമില്ല. നമുക്ക് കുശുമ്പും കുന്നാമയാണ് നമ്മുടെ പ്രധാന വിഷയം. ഇവരൊന്നും അങ്ങനെയല്ല. അതുപോലെ തന്നെ യുദ്ധരംഗത്തെ പുലികളായ ലിയോപാർഡ് 2 ടാങ്കറുകൾ ജർമ്മനിയും ചലഞ്ചർ 2 ടാങ്കുകൾ UKയുമാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മോർട്ടാറുകൾ, വലിയ വിമാനവേദ തോക്കുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ തുടങ്ങി ആർട്ടിലറി സിസ്റ്റങ്ങളായ സീസറും PZ-2000 ഒക്കെ ഫ്രാൻസും ജർമ്മനിയും ഒക്കെയാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ആന്റി ടാങ്ക് മിസൈലുകളും മിലൻ, ടോം ഷാഡോ തുടങ്ങി ക്രൂയിസ് മിസൈലുകളും ഫ്രാൻസും UKയും സ്വീഡനും ജർമ്മനിയും ഒക്കെയാണ് നിർമ്മിച്ച് വിറ്റഴിക്കുന്നത്. അങ്ങനെ ഇക്കണ്ട സകല വിധത്തിലുമുള്ള മാരക പ്രഹരശേഷിയുള്ള മിസൈലുകളും ടാങ്കുകളും വിമാനവേദ തോക്കുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ നിർമ്മിച്ച് ലോകത്തുള്ള സകല രാജ്യങ്ങൾക്കും വിറ്റഴിച്ച് അതിലൂടെ കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ അവസരമൊരുക്കിയ ഈ ചെന്നായ്ക്കൾ ഇന്ന് ഇതേ ആയുധങ്ങളോ അതല്ലെങ്കിൽ അതിനേക്കാൾ 100 മടങ്ങ് പ്രഹരശേഷിയുള്ള ആയുധങ്ങളോ തങ്ങൾക്ക് നേരെ തിരിയുന്നത് കണ്ട് ഓടി ഒളിക്കാൻ പോലും മാർഗമില്ലാതെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം ആയുധങ്ങൾ അവരുടെ ഗോഡൌണുകൾ നിറച്ചിട്ടുണ്ടെങ്കിലും യാതൊരുവിധ യുദ്ധപരിചയവും ഇവർക്കില്ല എന്നുള്ളതാണ് ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം. ഈ പുടിനെ സംബന്ധിച്ച് ട്രംപിനെ പോലെ വാചവടി ഒന്നുമല്ല, പകരം അയൽ രാജ്യങ്ങളെ പോലും ആക്രമിക്കാൻ മടിയില്ലാത്ത ഒരാൾ എന്നുള്ളതാണ് ഈ യൂറോപ്യന്മാരുടെ ഏറ്റവും വലിയ ഭയം. അയൽവക്കമാണോ, സ്വന്തക്കാരനാണോ, ബന്ധക്കാരനാണോ ഒന്നും അയാൾക്ക് നോട്ടമൊന്നുമില്ല. അയാൾ കയറി അടിച്ചു കളയും പുടിൻ. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. പുടിനെ സംബന്ധിച്ച് പഴയ സോവിയറ്റ് യൂണിയന്റെ പ്രതാപം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് എന്ന ധാരണ യൂറോപ്പിൽ പൊതുവെ ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ റഷ്യ പഴയ സോവിയറ്റ് യൂണിയന്റെ ലെവലിലേക്ക് ഉയർന്നു വരുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് മുഴുവൻ ഈ തൊട്ടടുത്ത് കിടക്കുന്ന നാറ്റോ രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിന് മുമ്പ് പല യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യൻ എണ്ണയെയും അവരുടെ പ്രകൃതിവാദത്തെയും വലിയ തോതിൽ ആശ്രയിച്ചു വരികയായിരുന്നു. എന്നാൽ യുദ്ധമുണ്ടായപ്പോൾ ഉക്രൈന്റെ ഭാഗത്തുകൂടി ഈ യൂറോപ്പ് റഷ്യക്കെതിരെ തിരിഞ്ഞപ്പോൾ ഈ ഊർജ്ജ വിതരണത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി പുടിൻ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് യൂറോപ്പിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഈ ബാൾട്ടിക് കടലിലും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും റഷ്യയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് യൂറോപ്പിന്റെ നെഞ്ചിടി വല്ലാതെ കൂട്ടിയിരിക്കുകയാണ്. എന്തായാലും യൂറോപ്പിൽ നിന്ന് റഷ്യയെ വെറുത്ത് നിക്കറി മുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എന്താ അവർ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ പുടിൻ ഈ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ല താൻ. അയാൾ കാരണമില്ലാതെ യുദ്ധം ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുകയാണ്. അത് യൂറോപ്പിന്റെ ഉറക്കം കളയാൻ മാത്രമല്ല, യൂറോപ്പിനെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുകയും കൂടി ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഇവരെ ഉറക്കാതിരിക്കുകയും ഇവരെ മാനസികമായി വിഷമിപ്പിക്കുകയും ഇവരെ സാമ്പത്തികമായി തളർത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് പുടിൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും പിടിച്ചെടുക്കാൻ അയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ ക്രമേണ അത് സംഭവിച്ചേക്കാം. എന്തായാലും യൂറോപ്പ് ഇപ്പോൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.